ഈ നടിയെ ഇവർ കിഡ്നാപ്പ് ചെയ്യുമ്പോൾ ഈ സുനി തന്നെയാണ് നടിയോട് പറഞ്ഞത്, ഞാൻ ഒരു കൊട്ടേഷൻ പ്രകാരമാണ് നിങ്ങളെ കിഡ്നാപ്പ് ചെയ്യുന്നത്. ഇത് മറ്റാരും പറഞ്ഞില്ല, സുനി പറഞ്ഞ കാര്യം തന്നെയാണ്. സുനി പോലീസ് ഡെപ്പോസിഷനിലും പറഞ്ഞ കാര്യം തന്നെയാണ്. ഇത് പോലീസ് ഉണ്ടാക്കിയ ഒരു കഥയല്ല. ഇത് ഈ പുള്ളിക്കാരി പറയുന്നത് നമ്മുടെ ന്യൂസ് മിനിറ്റിൻ്റെ പുള്ളിക്കാരിയാണ്, ചീഫ് എഡിറ്ററാണ്. പുള്ളിക്കാരി ഈ പൾസർ സുനി ഇറങ്ങിയപ്പോൾ തൊട്ട് പുള്ളിക്കാരി പൾസർ സുനിയുടെ പുറകെ തന്നെയാണ്. അത് പുള്ളിക്കാരി പൾസർ സുനിയുടെ ഇൻ്റർവ്യൂ അങ്ങനെ കുറേ ഓഡിയോ ക്ലിപ്സ് നമ്മുടെ ചാനൽ പണ്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ അകത്ത് മെയിനായിട്ടൊരു കാര്യം, പൾസർ സുനിയുടെ പുറകിൽ ആരും ഇല്ലാണ്ടാണോ പൾസർ സുനി ഈ ഒരു കാര്യം ചെയ്തത്? അത് നമ്മുടെ വിക്ടിമിന് എതിരെ ഈ പൾസർ സുനി നേരത്തെ പോലീസുകാരോട് മൊഴി കൊടുത്തിട്ടുണ്ട്, അത് എൻ്റെ പുറകിൽ ആളുണ്ട്, ഞാൻ ഇങ്ങനെ ഒരു കൊട്ടേഷൻ ബേസിലാണ് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞു. നമുക്കൊരു സിമ്പിളായിട്ടൊരു ലോജിക്ക് ഉപയോഗിച്ചാൽ മതി. അതായത് പൾസർ സുനിക്ക് ഇതേപോലെ വെൽ റെപ്യൂട്ടഡ് ആയിട്ട്, അതായത് ഇപ്പോൾ ഒരു കോമൺ ആയിട്ടൊരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു റേപ്പ് നടക്കുന്നത് പ്ലാനിങ്ങോടെ, അല്ലെ അപ്പം നടക്കുന്ന സ്പോട്ടിൽ നടക്കുകയാണെങ്കിൽ പിന്നെയും പറയുന്നതിൽ കാര്യമുണ്ട്. ഇത് ഇത്രയും നാൾ വണ്ടിയും പ്രിപ്പയർ ചെയ്ത് വ്യക്തമായ പ്ലാനിങ്ങോടെ ഒരു 5-6 പേര് സംഘത്തോടെ കൂടി പ്ലാനിങ്ങോടെ വണ്ടിയും അതിനനുസരിച്ച് സെറ്റപ്പ് ചെയ്തെടുത്ത് ഇതേപോലെ വണ്ടി ഇടിച്ചിട്ട് ഫുൾ പ്ലാനിങ്ങോടെ കുറേ നാളത്തെ പ്ലാനിങ്ങോടെ ഇതേപോലെ എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ പുറകിൽ വ്യക്തമായ ഒരാളുണ്ട്, ഒരു പ്ലാൻ ചെയ്ത് ഈ എക്സിക്യൂട്ട് ചെയ്ത് കൊടുക്കാനായിട്ടുള്ള ആളുണ്ട്. എന്ന് വെച്ചാൽ പൾസർ സുനിക്ക് സാമ്പത്തികമായിട്ട് ഇതിനൊക്കെ ചെയ്യാനായിട്ട് ഈ ബാക്കിലത്തെ ഈ സാധനങ്ങളൊക്കെ അറേഞ്ച് ചെയ്യാനായിട്ട് ഫണ്ട് വേണമല്ലോ. ഇതിന് ബാക്കപ്പ് ഫണ്ട് അറേഞ്ച് ചെയ്തതിൻ്റെ ബാക്കപ്പ് ഫണ്ട് സോഴ്സ് കൊടുക്കാനായിട്ട് ഒരാളുണ്ടായതുകൊണ്ടാണല്ലോ ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നത്. ആ പുള്ളിക്കാരൻ, ഈ ഗൂഢാലോചന ചെയ്ത പുള്ളിക്കാരൻ എന്താ ഇതുവരെയായിട്ടൊന്നും ചെയ്യാൻ പറ്റുന്നത്? അതായത് നമ്മുടെ ദിലീപിൻ്റെ കാര്യം പറയുന്നുണ്ട്, പക്ഷേ പ്രോപ്പർ എവിഡൻസ് ഇല്ലാത്തതുകൊണ്ട് പുള്ളിക്കാരനെ വിട്ടയച്ചു. ആ കോടതി വിധി നമ്മൾ മാനിക്കുന്നു, ഓക്കെ. ദിലീപ് അല്ലെങ്കിൽ പിന്നെ ആര്? പിന്നെ എല്ലാവരും ചൂണ്ടിക്കാണിക്കുന്നത് മഞ്ജു വാര്യരനെയാണ്. മഞ്ജു വാര്യരും ഇതും ആയിട്ടുള്ള കണക്ഷൻ എന്താണെന്ന് എനിക്ക് യാതൊരു പറഞ്ഞാൽ ദിലീപിനോടുള്ള വൈരാഗ്യം കൊണ്ട് മഞ്ജു വാര്യർ ചെയ്യിപ്പിച്ചാണെന്ന് ഇപ്പം അങ്ങനെയായി കഥ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പൾസർ സുനി ഒരു ബോൺ ക്രിമിനൽ തന്നെയാണ്. പുള്ളിക്കാരൻ്റെ വേറെ ഇതിനകത്ത് ഒരു ഓഡിയോ ക്ലിപ്പുണ്ട്, അത് ഞാൻ കേൾപ്പിച്ച് തരാം. അതിനകത്ത് പുള്ളി പറയുന്നുണ്ട്, ഇതൊക്കെ ചെറിയ നിസ്സാരകാരി, ഇതൊക്കെ മറ്റേ കോഴിയുടെ പൂട പറിക്കുന്ന പോലത്തെ ഒരു ഇതുള്ളൂ. അത് ആ നടി കംപ്ലൈൻറ്റ് ചെയ്തുകൊണ്ടാണ് ഇത്രയും വഷളായി. ഇല്ലെങ്കിൽ ഇവർ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇവർ തമ്മിൽ സംസാരിച്ച് തീർക്കാവുന്ന പ്രശ്നം ഉണ്ടാകുന്നത്, അതാണ് ഈ പുള്ളിക്കാർ ഇത്രയും വഷളാക്കിയത്. അതായത് അപ്പോൾ ഇതിൻ്റെ പുറകിൽ ഒരാളുണ്ടായതുകൊണ്ടാണല്ലോ ഈ കാര്യങ്ങൾ നടന്നത്. വേറൊരു ഇതും കൂടെ ഉണ്ട്, അതും കൂടെ നമുക്ക് ഓഡിയോ ഒന്ന് കേട്ടേക്കാം. അതായത് ഒരു ഹയേർഡ് റേപ്പിസ്റ്റ്, നമ്മൾ ആദ്യമായിട്ട് കേൾക്കുന്നുണ്ടോ ഹയേർഡ് റേപ്പിസ്റ്റ്, ഹയേർഡ് മർഡർ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ആദ്യമായിട്ടാണ് നമ്മൾ ഒരാളെ പൈസ കൊടുത്ത് ഒരാളെ റേപ്പ് ചെയ്യാനായിട്ട് കൊട്ടേഷൻ കൊടുക്കുന്നത് കേൾക്കുന്നത്. അതുകൊണ്ട് എങ്ങനെയായിരിക്കും അങ്ങനെ ഒരു ക്രിമിനലിന്റെ ഒരു മെന്റൽ അവസ്ഥ എന്നറിയാൻ വേണ്ടി നമ്മൾ കുറച്ച് മാസങ്ങളായിട്ട് ഇയാളോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് ഈ പുള്ളിക്കാരിയാണ് നമ്മുടെ ന്യൂസ് മിനിറ്റിന്റെ ചീഫ് എഡിറ്ററാണ് പുള്ളിക്കാരിയുടെ ഓഡിയോ ഡീറ്റെയിൽസ് ഞാൻ വേറൊരു ഓഡിയോ ഡീറ്റെയിൽ പൾസർ സുനിയായിട്ട് സംസാരിക്കുന്ന ഓഡിയോ ഡീറ്റെയിൽസ് ഉണ്ട്, അതും കൂടെ ഞാൻ ഇന്നത്തെ ആഡ് ചെയ്യുന്നുണ്ട്, ഞാൻ കാണിച്ചു തരാം. അയാൾ പറയുന്നത് മലയാളം സിനിമയിൽ അയാൾ പല പ്രാവശ്യം, അയാൾ മാത്രമല്ല ഗുണ്ടയായിട്ടുള്ളത്, അങ്ങനെ പല ആൾക്കാരും ഉണ്ട്. ഇവർ കിഡ്നാപ്പിംഗ്സ് നടത്തും, ചിലപ്പോൾ ആൾക്കാർക്ക് മൈനേഴ്സിനെ കൊണ്ടുപോയി കൊടുക്കും, അങ്ങനെ എത്രയോ ക്രൈമുകൾ ചെയ്യുന്നു. ഇതൊരു വളരെ വെൽ ലോയൽഡ് ആയിട്ടൊരു സിൻഡിക്കേറ്റ് ആണ്. അയാൾ അതിലൊരു വളരെ ചെറിയ ഭാഗം മാത്രമാണ് എന്നാൽ വളരെ കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നു. അതിൽ ആക്ച്വലി അയാൾ പറയുന്നൊരു വാചകമുണ്ട്, ഇതൊരു വലിയ മഹാസംഭവമൊന്നും അല്ല, ഇത് വെറും ഒരു റോട്ടിൽ കൂടെ ഒരു കോഴി പോകുമ്പോൾ നമ്മൾ പിടിക്കുന്ന അത്രേ ഉള്ളൂ, ഇത് വലുതാക്കിയത് നിങ്ങളൊക്കെയാണ്, ഇത് ഈ സ്ത്രീയാണ് കംപ്ലൈന്റ് ചെയ്തത് ആവശ്യമില്ലാതെ വലുതാക്കിയത്, ഇത് വലുതാക്കിയത് മീഡിയയാണ്, ഇത് അവരും ആ കൊട്ടേഷൻ കൊടുത്ത ആളും തമ്മിൽ പറഞ്ഞ് അവസാനിപ്പിക്കാവുന്ന കാര്യമേ ഉണ്ടായിരുന്നുള്ളൂ അടുത്ത ദിവസം. ഇപ്പൊ കേട്ടല്ലോ, അതായത് ഒരു കോഴിയുടെ പൂട പറിക്കാനുള്ള ലാഘവത്തിലൂടെ തീർക്കാവുന്ന കേസേ ഉണ്ടായിരുന്നുള്ളൂ. അത് ഇവർ തമ്മിൽ സംസാരിച്ച് തീർക്കാവുന്ന പ്രശ്നം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇതിൻ്റെ പുറകിലുള്ള ഒരു ആളുണ്ടെന്ന് വ്യക്തമായി മനസ്സിലായല്ലോ. പിന്നെ തെളിവില്ലെന്ന് പറയും, തെളിവില്ല. നമുക്ക് അതാണ് മെയിൻ ഇത്. നമ്മളിപ്പോൾ എന്തൊരു അടിസ്ഥാനത്തിൽ ഇപ്പോൾ എന്തൊരു ആരോപണം നമ്മൾ ഇത് കൊണ്ടുവന്നാലും അതിന് എവിഡൻസ് ഇല്ലെങ്കിൽ നിൽക്കത്തില്ല. ഈ കേസിൽ ദിലീപിനെതിരെ പ്രോപ്പറായിട്ടുള്ള ഒരു എവിഡൻസ് ഇല്ല, അതുകൊണ്ടാണ് പുള്ളിക്കാരൻ ഈസിയായിട്ട് ഊരിപ്പോയത് ഇതിൽ നിന്ന്. പക്ഷേ ഇതിൽ 6 പേരെ ശിക്ഷിച്ചു. ആ ശിക്ഷ എന്താണെന്ന് 12-ാം തീയതി അറിയത്തുള്ളൂ. ബാക്കിയുള്ള പ്രതികളെല്ലാം വെറുതെ വിട്ടു. 7-ാമത്തെയും 8-ാമത്തെ പ്രതികളെല്ലാം വെറുതെ വിട്ടു. ഇന്നത്തെ പൾസർ സുനിയുടെ ഒരു ഓഡിയോ ഉണ്ട്. അതായത് ഞാൻ ഈ വിക്ടിമിൻ്റെ വണ്ടിയിലോട്ട് കയറുമ്പോൾ തന്നെ പുള്ളിക്കാരിക്ക് മനസ്സിലായി, അതായത് നമ്മുടെ ഈ മറ്റേ ആദ്യം ട്രാവലറിൽ കയറ്റാൻ ഉദ്ദേശിച്ച ട്രാവലർ കയറ്റാൻ പറ്റില്ല. അപ്പോൾ പുള്ളിക്കാരുടെ വണ്ടി തന്നെ എല്ലാവരും കയറിയിട്ട് ഇതിനകത്ത് ഇവർ അത് ഇവരുടെ പണി പാളി പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പുള്ളിക്കാരി, നമ്മുടെ പുള്ളിക്കാരനെ ഐഡൻറ്റിഫൈ ചെയ്തു. അതായത് പൾസർ സുനി ചേട്ടനെല്ലാം ചോദിച്ചു. അപ്പോൾ ഈ സുനി അങ്ങ് പതറിപ്പോയി, സുനി ആ ടോപ്പിക്ക് മാറ്റി. അതായത് ഈ സുനിയെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ പുറകിൽ ആരാന്ന് ഈ വിക്ടിമിന് വ്യക്തമായി മനസ്സിലാവും. അങ്ങനെയല്ലേ പിടി വീണത്. അപ്പോൾ ഇതിന് സുനി പറയുന്നൊരു ഓഡിയോ ക്ലിപ്പുണ്ട്, സുനിയും മറ്റേ ന്യൂസ് മിനിറ്റിൻ്റെ പുള്ളിക്കാരും സംസാരിക്കുന്ന ഒരു ഓഡിയോ ക്ലിപ്പുണ്ട്. ആ ഓഡിയോ ക്ലിപ്പ് നമുക്കൊന്ന് കേൾക്കാം. ഇത് ഞാൻ നേരത്തെ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ പേജ് ഇട്ടിട്ടുണ്ടായിരുന്നു, എന്നാലും ഞാൻ യൂട്യൂബിൽ ഇതിട്ടിട്ടില്ല. എന്നാലും ഇത് കേട്ട് നോക്കാം. ഞാൻ പറഞ്ഞു,
ഞാനൊന്നും സംസാരിച്ചില്ല. അതിന് മുമ്പ് അവൾക്ക് എന്നെ മനസ്സിലായി. എന്നോട് ചോദിച്ചു അപ്പൊ ഞാൻ മാറ്റിവിടാൻ നോക്കി, പറ്റില്ല, ആ ഒരു ഇതൊന്നും അറിയില്ല. ഞാൻ പറഞ്ഞു ഇന്നാണ് കാര്യം, സഹകരിച്ചേ പറ്റുള്ളൂ. ഇവള് പെട്ടെന്ന് ചോദിച്ചു. ഇവർക്ക് അറിയാം, 90% ഇവർക്ക് അറിയാം. ഇവളുടെ മൈൻഡ് മാറ്റാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ആളെ പറയരുതില്ല. ഇപ്പൊ നേരെ എന്ത് ചെയ്യും, അവിടെ വ്യത്യാസം വരുത്തും. പറഞ്ഞ മനസ്സിലായോ? കേട്ടോ ഈ കാര്യം ഞാൻ പറഞ്ഞത്. അതായത് പുള്ളിക്കാരിക്ക് വ്യക്തമായി മനസ്സിലായി ഇത് സുനിയാന്ന് മനസ്സിലായി. അതാണ് പുള്ളിക്കാരി പറഞ്ഞത്. വണ്ടി കയറിയപ്പോ തന്നെ പറയുന്നത് സുനി ചേട്ടനല്ലേ ചോദിക്കുന്നത്. അത് പറഞ്ഞു. ദിലീപേട്ടന്റെ അടുത്തേക്ക് ചെല്ലാണ്ടിരിക്കാനാണ് ഞാൻ മാറ്റിയത്. ആണ് പെണ്ണായി. അന്ന് ഞാൻ നല്ല രീതിയിൽ മറ്റേ ഈ മാഡത്തിൻ്റെ കേസ് സുനി നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് പുള്ളിക്കാരൻ വ്യക്തമായി ഇത് സുനി വ്യക്തമായി പറയുന്നുണ്ട്. അതായത് പുള്ളിക്കാരൻ്റെ ആളാണ് ദിലീപേട്ടനിലോട്ട് ഇത് മാറാതിരിക്കാൻ വേണ്ടിയിട്ട് പുള്ളിക്കാരൻ ടോപ്പിക്ക് മാറ്റി, അതായത് മാഡം എന്ന രീതിയിലോട്ടാക്കി. ആ മാഡം ആയിരുന്നു നമ്മുടെ ഒരു വേറെ പേര് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അത് നമ്മുടെ മെയിനായിട്ടുള്ള ആളുടെയിലോട്ട് പേര് വരെ ദിലീപേട്ടനല്ല ആയിരിക്കില്ല, അല്ലെങ്കിൽ ദിലീപേട്ടനല്ലെന്ന് കോടതി പറയുന്നു, ഓക്കെ സമ്മതിച്ചു. അതല്ലെങ്കിൽ ഇതിൻ്റെ സുനിയുടെ പുറകെ കളിച്ച് ആരാണെങ്കിലും ആ ആളുടെ പേര് പറയാതിരിക്കാനായിട്ടാണ് സുനി ഈ മാഡത്തിൻ്റെ കഥ ഇട്ടത്. ഈ കേസിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഒരു സാധാരണ റേപ്പ് കേസ് എന്ന് പറയുന്നത് ഒരു സ്വകാര്യമായ ഒരു ക്രൈമാണ്. ഏതെങ്കിലും സ്ഥലത്ത് നമ്മൾ കേട്ടിട്ടുണ്ടോ ബലാത്സംഗം ചെയ്യുന്ന പ്രതി ഇത് പടമെടുത്ത് പത്രത്തേക്ക് കൊടുക്കണം അല്ലെങ്കിൽ മൂന്നാമത്തെ ഒരാൾ കൊടുക്കണം എന്ന് ആഗ്രഹിക്കില്ല. അത് പരമാവധി മറച്ചു വെക്കാൻ മാത്രമേ അദ്ദേഹം ശ്രമിക്കുകയുള്ളൂ. ഈ കേസിലെ സവിശേഷതകൾ എന്താണ്? ഈ കേസ് ഒരു അതായത് ഈ ഇൻസിഡൻറ്റിൻ്റെ മെമ്മറി കാർഡിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു. അത് 3 മെമ്മറി കാർഡ് ഉണ്ടായിരുന്നു. അതിനകത്ത് ഒരു മെമ്മറി കാർഡ് സുനിയുടെ പേഴ്സിലാണ് വെച്ച്, ബാക്കി 2 മെമ്മറി കാർഡും സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, കോപ്പി സ്റ്റോർ വെച്ചിട്ടുണ്ട്. പക്ഷേ ഇതൊന്നും സംഭവം കിട്ടിയിട്ടില്ല. 8 വർഷം എടുത്തിട്ട്, അതായത് ചെയ്യിപ്പിച്ചവനല്ല. അതായത് ഈ സുനിക്ക് നിങ്ങൾ സിമ്പിളായിട്ടൊന്ന് ആലോചിച്ചാൽ മതി. ഈ പൾസർ സുനിയും ഈ നമ്മുടെ പറഞ്ഞ ഈ വിക്ടിമിന് ഇയാൾക്ക് ഈ പെണ്ണുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അതായത് പേഴ്സണലായിട്ടുള്ള ഗ്രഡ്ജോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇവർ പേഴ്സണലായിട്ട് വേറെ ഇടപാടോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇത് ഒന്നുമില്ലാത്ത ഒരാൾ ഇത്രയും, അത് വെറുതെ ഒരാളെ ഇത് ചെയ്യണമെങ്കിൽ ഒന്ന് ഓർക്കണം. ഒരു കൊട്ടേഷൻ ഇപ്പോൾ ഒരു ചെയ്യുന്നതിനൊരു ഇത് വേണ്ടേ? അത് ഇന്നത്തെ വ്യക്തമായി സുനി പറയുന്നുണ്ട് എനിക്കിതൊരു കൊട്ടേഷൻ തന്നിട്ടാണ് ചെയ്യുന്നത്. അത് പുള്ളിക്കാരൻ വ്യക്തമായി, പുള്ളിക്കാരൻ്റെ തലയ്ക്ക് ഓളമൊന്നുമില്ല. അത് ഇത്രയും കഷ്ടപ്പെട്ട് ഇത്രയും കാശ് മുടക്കി ഇത്രയും പ്ലാൻ ചെയ്ത് 6-7 പേര് ചെയ്ത് പ്ലാൻ ചെയ്ത് വട്ടം കൂടി നിന്നിട്ട് ഇതേപോലത്തെ ഒരു പദ്ധതി പ്ലാൻ ചെയ്യുന്ന സമയത്ത് പുറകിലൊരാളുണ്ടായതാണല്ലോ ഇത് ചെയ്തത്. ഈ പുള്ളിക്കാരൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വ്യക്തമായൊരു ഗൂഢാലോചന ഉണ്ടായതാണല്ലോ ഇപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഈ പുള്ളിക്കാരൻ്റെ പുറകിൽ ആളില്ല എന്ന് കുറേ മീഡിയ വേറെ കുറേ ഈ പുള്ളിക്കാരനെ ദിലീപേട്ടനെ സപ്പോർട്ട് ചെയ്യുന്നവർ പറയുന്നുണ്ട്. ഇല്ല ദിലീപേട്ടനല്ല. ഓക്കെ സമ്മതിച്ചു. ഇത് ഞങ്ങൾ കോടതി വിധി ഞാനും മാനിക്കുന്നു. ഞാൻ ചോദിക്കുന്ന ഒറ്റൊരു ക്വസ്റ്റ്യനേ ഉള്ളൂ, അതായത് ദിലീപേട്ടനല്ല. ഓക്കെ സമ്മതിച്ചു, മാറ്റി വെച്ചു. ആ കോടതിയിൽ വിധി എവിഡൻസ് ഇല്ല, ഓക്കെ സമ്മതിച്ചു. പക്ഷേ ഈ പൾസർ സുനി പറയുന്നുണ്ട് എൻ്റെ പുറകിൽ ഒരാളുണ്ടായിരുന്നു, സപ്പോർട്ട് ചെയ്യുന്ന ഒരാളുണ്ടായിരുന്നു. ആ ആളാരാണ് എന്ന് കണ്ടുപിടിച്ചേ പറ്റൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വിക്ടിം 8 വർഷമായി. അതായത് എത്ര എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരിക്ക് എന്തുമാത്രം സൈബർ ബുള്ളിങ് ഇത് കിട്ടിയിട്ടുണ്ടാവും. അതായത് പുള്ളിക്കാരി തന്നെ പറയുന്നുണ്ട് എനിക്ക് അത് ഞാൻ തന്നെ ക്രിയേറ്റ് ചെയ്യുന്ന, പുള്ളിക്കാരി കുറേ ഇൻ്റർവ്യൂസ് കണ്ടാൽ നമുക്ക് തന്നെ വിഷമം വരും. അത് ഞാൻ തന്നെ ക്രിയേറ്റ് ചെയ്തൊരു ഇൻസിഡൻ്റാന്ന് വരെ വരുത്തി തീർത്തു. അപ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, അതായത് ഇത് നമ്മുടെ വിക്ടിം എന്ന് പറയുന്നത് സാധാരണക്കാരിയല്ല, വെൽ റെപ്യൂട്ടഡ് ആയിട്ടുള്ളൊരു ആക്ട്രസ്സാണ്. പുള്ളിക്കാരിക്ക് ഇത്രയും പൈസയും ഫെയിമും ഉണ്ടായിട്ട് പോലും പുള്ളിക്കാരിയുടെ നീതി കിട്ടാനായിട്ട് 8 വർഷം അടുപ്പിച്ചായി. പക്ഷേ പുള്ളിക്കാരിക്ക് പ്രോപ്പറായിട്ടുള്ള ഇത് കിട്ടിയോ, ജസ്റ്റിസ് കിട്ടിയോ? നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യൂ. പക്ഷേ നമുക്ക് ഇതേപോലെ സിറ്റുവേഷൻ നമുക്ക് വന്നാൽ, ഒരു സാധാരണ ഒരു പെൺകുട്ടിക്ക് വന്നാൽ ഇതേപോലെ അവൾ ഫൈറ്റ് ചെയ്യാനായിട്ട് നമ്മുടെ ഫ്രണ്ടിലോട്ട് വന്നു, അതായത് എനിക്ക് ഫൈറ്റ് ചെയ്തേ പറ്റൂ, ഞാൻ ഇത് ഫൈറ്റ് ചെയ്ത് മുന്നോട്ട് വരും എന്ന് പറഞ്ഞ് വരുന്ന ഒരു പെൺകുട്ടിക്ക് ഇതേപോലെ സർവൈവ് ചെയ്യാൻ പറ്റുമോ? ഇങ്ങനത്തെ പരിപാടിയാണെങ്കിൽ ഞാൻ ഒറ്റ കാര്യം ചോദിക്കുന്നുള്ളൂ, ഈ പൾസർ സുനിയുടെ പുറയിൽ ആരാണ് കളിച്ചത്? അത് പൾസർ സുനി കുറേ നാളായിട്ട് പറയുന്നുണ്ട് ഇതാണ്. ആരായിക്കോട്ടെ, കുറേ പേര് മഞ്ജു വാര്യരുടെ പേര് പറയുന്നുണ്ട്. മഞ്ജു വാര്യർ അത് എന്ത് ചെയ്ത്? മഞ്ജു വാര്യർക്ക് തലയ്ക്ക് വല്ല കുഴപ്പമുണ്ടോ? അത് ഈ ചോറുണ്ണുന്നവർക്ക് വ്യക്തമായ ബോധമുണ്ട് ഇതിനകത്ത് പുള്ളിക്കാരിയല്ല. അത് പുള്ളിക്കാരി മറ്റേ പഴയ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. പിന്നെ തലയ്ക്ക് വല്ല ഓളമുണ്ടല്ലോ അത് ചെയ്യാനായിട്ട്. അപ്പം ഞാൻ ചോദിക്കുന്നത് ദിലീപേട്ടനല്ലേ, ഓക്കെ സമ്മതിച്ചു. പക്ഷേ വേറെ
ആ ഒരു ഉത്തരം പോലീസുകാർ കണ്ടുപിടിച്ചേ പറ്റൂ എന്ന് വെച്ചാൽ അത് ഒരു പ്രോപ്പറായിട്ടുള്ളൊരു ജസ്റ്റിസ് നമ്മുടെ വിക്ടിമിന് കൊടുത്തേ പറ്റൂ. എന്തായാലും ഇതേപോലത്തെ അപ്ഡേറ്റ്സ് നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ. കിട്ടിയാൽ